ഹായ് സ്റ്റുഡൻസ്, ഹിസ്റ്ററിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നോക്കി. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്ന ആകെ ഒരു ചെറിയൊരു 3 ക്വസ്റ്റ്യൻ അല്ലേ പഠിച്ചേ. വാട്ട് ഈസ് റെവല്യൂഷൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് ഇൻഫ്ലുവൻസ് ദി റെവല്യൂഷൻ പഠിച്ചില്ലേ? ആ 2 ഫാക്ടർ ഒന്ന് നിങ്ങൾ പറഞ്ഞു നോക്കിയേ. ഒന്നാമത്തേത് എന്താ? റീനൈസൻസ്. രണ്ടാമത്തേത് എന്താ? എൻലൈറ്റൻമെന്റ് അല്ലെ? നവോത്ഥാനവും എന്താ പിന്നെ ജ്ഞാനോദയവും. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതുപോലെ അന്ന് ലോകത്ത് വിപ്ലവ ചിന്താഗതികൾ വന്നപ്പോ ലോകത്ത് നടന്ന പ്രധാനപ്പെട്ട 5 വിപ്ലവങ്ങൾ, അതാണ് നമ്മൾ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ നമുക്ക് ആദ്യത്തെ വിപ്ലവം തന്നെ നോക്കാം. അപ്പൊ വിപ്ലവം എന്താണെന്ന് പറഞ്ഞത് ഓർക്കുണ്ടാവും. നമ്മുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഒക്കെ നിഷേധിക്കപ്പെടുന്ന സമയത്ത് അത് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ നടത്തിയ സമരങ്ങൾ, നേടിയെടുത്തിട്ട് പഴയ ഭരണരീതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിച്ചു. അതാണ് വിപ്ലവം, റെവല്യൂഷൻ എന്ന് പറഞ്ഞത് അല്ലെ? ഓർമ്മയുണ്ടല്ലോ അല്ലെ? അതായത് അവിടെ ഉണ്ടായിരുന്ന അത് ഫ്രീഡവും റൈറ്റും ഒക്കെ ഡിനേ ചെയ്തപ്പോ ആ പുതിയ ഒന്നിനെ സ്ഥാപിച്ചു. ഒരു പുതിയ ഭരണരീതിയെ മാറ്റി, പഴയതിനെ മാറ്റി പുതിയ ഭരണരീതിക്ക് വേണ്ടി നടത്തിയ സ്ട്രഗിൾസ്, സമരങ്ങൾ. അപ്പൊ പല രാജ്യങ്ങളിലായിട്ടുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോ ആ രാജ്യങ്ങളിലൊക്കെ ഈ അവകാശങ്ങളൊക്കെ സ്വാതന്ത്ര്യങ്ങളൊക്കെ നിഷേധിക്കപ്പെടുന്നത് അവിടെയുള്ള ചില ഭരണരീതികൾ കൊണ്ടായിരിക്കാം. എല്ലാ രാജ്യങ്ങളിലും ഒരേ കാരണങ്ങളല്ല കേട്ടോ. അവകാശങ്ങളും സ്വാതന്ത്ര്യമൊക്കെ നിഷേധിക്കപ്പെട്ടതാണ്. പക്ഷെ അവിടെ ഉണ്ടാവുന്ന ആ ഭരണരീതിക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. എല്ലാ ഭരണരീതികളും മോശമായപ്പോഴാണ് മനുഷ്യ മനസ്സിൽ ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോ ശരിക്കും വിപ്ലവം നടക്കാൻ കാരണം 3 എണ്ണമാണ്. ഈ 5 രാജ്യങ്ങളിലും അല്ലെങ്കിൽ ലോകത്തിൽ ഈ 5 വിപ്ലവം നടക്കാൻ പ്രധാന കാരണം 3 എണ്ണമാണ്. ആ 3 എണ്ണം നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത് മൊണാർക്കി, രാജഭരണം. മോണോ 1 അല്ലെ? അതായത് രാജാവിന്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെ. രാജഭരണത്തിന്റെ ഒരു പ്രത്യേകത, രാജാവ് ഏകാധിപതിയായി രാജാവിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് രാജാവിന്റെ സുഖലോലുപതയ്ക്കായി സാധാരണക്കിടയിൽ ജനങ്ങളിൽ നിന്ന് അമിത നികുതി പിരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജീവിതം, ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങളൊക്കെ കുറച്ചുകൊണ്ട് ഏകാധിപതിയായി രാജാവ് ഭരിക്കും. അപ്പൊ ഒരുപാട് സ്വാതന്ത്ര്യങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ട സമയത്ത് അവരുടെ ഭരിക്കുന്ന രാജാവിനെ തെരഞ്ഞെടുക്കാൻ അവകാശമില്ലാതിരുന്ന സമയത്ത്, കാരണം നിങ്ങൾക്കറിയാം രാജഭരണത്തില് അടുത്ത പ്രതിനിധി ആ രാജാവിന്റെ മകനായിരിക്കും. അതായത് ട്രഡീഷണൽ ആയിട്ട് പാരമ്പര്യമായിട്ടാണ് അവരത് കൈമാറി വരാം. അപ്പൊ ആ രാജാവിനെ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ അവരെ മാറ്റാനോ അവരെ ക്രിട്ടിസൈസ് ചെയ്യാനോ ആ രാജഭരണത്തിൽ അവകാശമില്ല. അങ്ങനെയുള്ള സമയത്ത് അവരുടെ മനസ്സിലേക്ക് കുറെയൊക്കെ സഹിച്ചു. അപ്പൊ ഈ രാജഭരണം അമിതമായി ചൂഷണം കൂടിക്കൂടി വന്നപ്പോ, ഈ റെവല്യൂഷണറി ചിന്താഗതി വന്നപ്പോ അതിനെതിരെ പ്രതികരിക്കുക. രണ്ടാമത്തത് ഫ്യൂഡലിസം. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ 6ലും 7ലും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത ഫ്യൂഡലിസം. ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ, ഭൂമി കൂടുതലുള്ള ആളുകൾ, ക്ലർജി, നോബിൾസ്, പ്രഭുക്കന്മാരും പുരോഹിതന്മാരും. ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാർക്ക് അവരുടെ കയ്യിൽ ഭൂമി ഉള്ളപ്പോ രാജാവ് ഉണ്ടാവും, ഒരു പ്രതിനിധിയായി രാജാവുണ്ട്. രാജാവ് എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാർക്ക് കൊടുക്കും. ആ ഫ്യൂഡൽ പ്രഭുക്കന്മാര് അവരുടെ കയ്യിലുള്ള ഭൂമി താഴെ തട്ടിലുള്ളവർക്ക് പാട്ടത്തിന് കൊടുക്കും. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് അമിത നികുതി പിരിച്ച് അവർക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് രാജാവിന് ഒരു പങ്ക് കൊടുക്കും. അപ്പൊ രാജാവ് ഈ ഫ്യൂഡൽ പ്രഭുവിന് എല്ലാ അധികാരവും കൊടുക്കും. ഇങ്ങനെ സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്തിട്ട് കിങ്ങും ഫ്യൂഡൽ ലോർഡ്സും ക്ലർജിയും കഴിഞ്ഞ് ബാക്കിയുള്ളവരെല്ലാം താഴെ തട്ടിലുള്ള, ഇങ്ങനെ സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്ത് ഭരിക്കുന്ന ഒരു രീതി, വളരെ മോശമായ രീതി. ആ താഴെ തട്ടിലുള്ളവർക്ക് ഒരു അവകാശങ്ങളും ഇല്ല. അവർക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ഒന്ന് പുറത്തിറങ്ങി നടക്കാനുള്ള അവകാശങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലം. അതാണ് ഫ്യൂഡലിസം. മൂന്നാമത്തത് കൊളോണിയലിസം. നന്നായി നമ്മൾ കേട്ടിട്ടുള്ള, അതായത് നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ അനുഭവിച്ചിട്ടുള്ള ഒരു ഭരണരീതി. വളരെ മോശമായി ചൂഷണം ചെയ്യപ്പെട്ട് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ കീഴടക്കിക്കൊണ്ട് തുടക്കത്തിൽ അവരുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് റോ മെറ്റീരിയൽ കളക്ട് ചെയ്യാനെന്ന രീതിയിൽ വരികയും അവരുടെ പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരു കോളനിയാക്കി പതുക്കെ മാറ്റിയിട്ട് മുഴുവൻ രാജ്യത്തെ കീഴടക്കും. ഇന്ത്യ ആലോചിച്ച് നോക്കി, ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഏകദേശം 200 വർഷത്തോളം, 2 സെഞ്ചുറിയോളം ബ്രിട്ടീഷുകാരെ ഇന്ത്യയെ കീഴടക്കി ഭരിച്ചു. അങ്ങനെയുള്ള ഭരണരീതിയാണ് കൊളോണിയലിസം, കോളനിവൽക്കരണം. അപ്പൊ ലോകത്ത് 5 വിപ്ലവങ്ങൾ നടക്കാൻ കാരണങ്ങൾ ഈ 3 എണ്ണമാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ 3ഉം എല്ലാ രാജ്യത്തിലും
നമ്മൾ പറഞ്ഞു 5 വിപ്ലവങ്ങൾ പഠിക്കുന്നു. അമേരിക്കയുടെയും ഫ്രഞ്ചിന്റെയും റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ പഠിക്കും. ഈ 3 കാരണങ്ങളും എല്ലാ രാജ്യത്തിലും ഇല്ല. അപ്പൊ ഓരോ രാജ്യത്തും അവരുടെ ഭരണരീതിയിൽ മോശമായ ഭരണരീതി ഏതാണോ അതാണ് കാരണം. അപ്പൊ ബേസിക് ആയിട്ടുള്ള 3 കാരണങ്ങൾ ഇതേ ഉള്ളൂ. 3 എണ്ണം. ഒന്നാമത്തത് മൊണാർക്കി, 2 ഫ്യൂഡലിസം, മൂന്നാമത്തത് കൊളോണിയലിസം. രാജഭരണം, ഫ്യൂഡലിസം, പിന്നെന്താ കോളനിവൽക്കരണം. ഈ 3ഉം ഓർമ്മ വരണം. എന്നാലേ 5 വിപ്ലവങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ കാരണങ്ങളായി നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. കേട്ടോ? അപ്പൊ നമുക്ക് ആദ്യം നടന്ന ആദ്യത്തെ വിപ്ലവം പഠിക്കാം. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏറ്റവും ശക്തമായ ഒരു രാജ്യം. അപ്പൊ ഈ 3 എണ്ണം നമ്മൾ പറഞ്ഞില്ലേ, ആ 3 എണ്ണത്തില് ആദ്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. എപ്പോഴും ഏതായിരിക്കും വരാൻ സാധ്യത? വിപ്ലവം നടക്കാൻ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് കാരണമാവും അല്ലെ? നമ്മുടെ മനസ്സിൽ ആദ്യം വരാം കോളനിവൽക്കരണം അല്ല, കൊളോണിയലിസം എല്ലാം നമ്മൾ ചിന്തിക്കും. കാരണം ഇത്രയും ശക്തമായ രാജ്യത്തെ കീഴടക്കാനൊന്നും ആരും വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അതായിരിക്കില്ല എന്ന് വിചാരിക്കുമ്പോൾ അതാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ട പോയിന്റ്. അമേരിക്കൻ വിപ്ലവം നടക്കാൻ അല്ലെങ്കിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് കാരണം എന്താണ്? കൊളോണിയലിസം ആണ്. കൊളോണിയലിസം, കോളനിവൽക്കരണമാണ് അമേരിക്കൻ വിപ്ലവം നടക്കാൻ കാരണം. അപ്പൊ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ആശയം എന്താണ്? ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് ദ കൊളോണിയലിസം. ഫസ്റ്റ് പോയിന്റ് തന്നെ കിട്ടിയിട്ടുണ്ടോ? ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് കൊളോണിയലിസം. കോളനിവൽക്കരണത്തിനെതിരെയാണ് എന്ത് നടന്നത്? അമേരിക്കൻ വിപ്ലവം നടന്നത്. നമുക്കൊരു ബുക്കിൽ ഇങ്ങനെ പാരഗ്രാഫ് ആയിട്ട് കൊടുത്തതുകൊണ്ട് നിങ്ങളത് വായിച്ചു പോവാൻ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എടുത്തു പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എപ്പോഴും അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വരുമ്പോൾ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, അതൊരു 4 പോയിന്റേ ഉള്ളൂ കേട്ടോ. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഞാൻ ചുരുക്കി തന്നെ അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ വിപ്ലവം പഠിക്കുമ്പോൾ അതിന്റെ ഇയർ, വർഷം പഠിക്കണം. ആ വിപ്ലവം നടത്തുമ്പോൾ ആളുകൾ മുഴക്കിയ സ്ലോഗൻ, മുദ്രാവാക്യം പഠിക്കണം. എന്തിനു വേണ്ടിയാണ് നടത്തിയത്, പിന്നെ എന്തായിരുന്നു അതിന്റെ സ്പെസിഫിക് റീസൺ, കാരണം. ശരിക്കും നമുക്കും പഠിക്കാൻ ഇതേ ഉള്ളൂ. വിപ്ലവം ആരാദ്യം തുടങ്ങി, ആരാദ്യം ഫസ്റ്റ് ജയിച്ചത് ആരാണ്, പിന്നീട് ഇവര് ചെയ്ത് അങ്ങോട്ട് ചെയ്തത്, അതൊന്നും നമുക്ക് പഠിക്കാനില്ല. അപ്പോ വിപ്ലവത്തിന്റെ ഇയർ പഠിക്കും, സ്ലോഗൻ പഠിക്കും, റീസൺ. അതോടുകൂടി ആ വിപ്ലവം തുടങ്ങി അത് അവസാനിക്കുന്നതാണ്. അപ്പൊ വളരെ എളുപ്പത്തിൽ തന്നെ ചില ഇൻസിഡൻസോട് കൂടി വിപ്ലവം അവസാനിക്കുന്നതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടി ഇറ്റ് വാസ് അഗെയിൻസ്റ്റ്, എന്തിനെതിരെ നടന്നതാണ്? ഇനി നിങ്ങൾ മൊണാർക്കി, ഫ്യൂഡലിസം ഇവിടെ ആലോചിക്കുക വേണ്ട കേട്ടോ. ഇവിടെ എന്തിനെതിരെ നടന്നതാ? കോളനിവൽക്കരണം, അതായത് കൊളോണിയലിസം. ഇനി ആരുടെയാണെന്ന് അറിയണം അല്ലെ? കുറെ രാജ്യങ്ങളൊന്നും അമേരിക്ക കീഴടക്കിയിട്ടുണ്ടാവില്ല. എപ്പോഴും കോളനി ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾക്കൊക്കെ ഒരു മത്സര ബുദ്ധിയാണ് അവിടേക്ക് ഒറ്റയ്ക്ക് ചെന്ന് കീഴടക്കണം. അപ്പൊ നമുക്ക് അറിയണം ആരാണ്. അത് നമുക്ക് പഠിക്കാൻ നോക്കാം. നമുക്ക് ആദ്യം ഇയർ നോക്കാം. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതിന്റെ ഇയർ 1775 മുതൽ 1781 വരെ. 1775 മുതൽ 1781 വരെ. 1775 to 1781. അപ്പോ അത് എന്തിനെതിരെയാണെന്നും കിട്ടി അല്ലെ? ഇനി ആ വിപ്ലവത്തിൽ മുഴങ്ങിക്കേട്ട സ്ലോഗൻ എന്ന് പറഞ്ഞാൽ എന്താ? മുദ്രാവാക്യം, സ്ലോഗൻ ഇതാണ്: നോ ടാക്സേഷൻ വിത്തൗട്ട് ദി റെപ്രസെന്റേഷൻ. എന്താണ്? നോ ടാക്സേഷൻ വിത്തൗട്ട് ദ റെപ്രസെന്റേഷൻ. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. ഇത്രയുള്ളൂ. പ്രാതിനിധ്യമില്ലാതെ, എന്താണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാത്തവർക്ക് ഞങ്ങൾ നികുതി കൊടുക്കില്ല എന്നാണ് അമേരിക്കൻ വിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ അവിടെ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. കോളനിയാക്കാൻ ആരോ വന്നിട്ടുണ്ട്. അവർ എന്താവശ്യപ്പെട്ടിട്ടുണ്ട്? ടാക്സ്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. ഇവിടെ വന്നു ചേർന്നവർക്ക്, അമേരിക്കയിൽ വന്നു ചേർന്നവർക്ക് ഞങ്ങൾ നികുതി കൊടുക്കില്ല എന്നാണ് അല്ലെ? അപ്പൊ പ്രാതിനിധ്യമില്ലാത്തവർക്ക് നികുതി കൊടുക്കില്ല എന്നതാണ് ഇതിന്റെ സ്ലോഗൻ. കിട്ടിയ? അപ്പൊ ആ വന്നു ചേർന്നത് ആരാണ്? ഇനി വന്നിട്ട് അവർ കോളനിയാക്കിയിട്ട് ഇവിടെ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്.
to 1781 എന്തിനെതിരെ നടന്നതാ? ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് ദ കൊളോണിയലിസം. കോളനിവൽക്കരണത്തിനെതിരെയാണ് നടന്നത്. സ്ലോഗൻ എന്താണ്? നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. പ്രാതിനിധ്യമില്ലാത്തവർക്ക് നികുതിയില്ല. പ്രാതിനിധ്യമില്ലാത്തവർക്ക് നികുതിയില്ല. കിട്ടിയല്ലോ? ഇത് ഓർത്തു വെക്കണം. കാരണം ഞാൻ പറയാം, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ അമേരിക്കൻ റവല്യൂഷൻ ഒന്നും കണ്ടിട്ടില്ല. ചോദ്യം ഇതാണ്, പ്രാതിനിധ്യമില്ലാത്തവർക്ക് നികുതിയില്ല എന്നത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആ വിപ്ലവം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പൊ സ്ലോഗൻ ഓർക്കണ്ടേ? അപ്പൊ എപ്പോഴും ഒന്നില്ലെങ്കിൽ വൺ വേർഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ വരും. അമേരിക്കൻ വിപ്ലവത്തിന്റെ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ സ്ലോഗൻ ഏതാണ്? അപ്പൊ എന്ത് പറയണം? നോ ടാക്സേഷൻ വിത്തൗട്ട് ദി റെപ്രസെന്റേഷൻ. അപ്പൊ കൊളോണിയൽസ് ആണെന്ന് പറഞ്ഞു, കോളനിവൽക്കരണം. ഈ അമേരിക്കൻ രാജ്യത്തെ ആരും കീഴടക്കിയിട്ടുണ്ട് അല്ലെ? ഇനി അതൊക്കെ ആരൊക്കെയാണ്, എന്തിനു വേണ്ടിയാ വന്നതെന്നൊക്കെ നോക്കാം. ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നോക്കാം, കൊളോണിയലിസം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഇന്ത്യയെ കുറിച്ച് തന്നെ ആലോചിക്കും. ഏറ്റവും കൂടുതൽ കോളനിയാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോണ്ടിനെന്റ് യൂറോപ്പാണ്. കാരണം അവിടെ ഒരു 18th സെഞ്ചുറിയിൽ 17 ഒക്കെ തുടങ്ങി അവിടെ ഒരുപാട് ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണം എന്നൊക്കെ പറയും. അതൊക്കെ തുടങ്ങിയ സമയത്ത് അവർ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയെങ്കിലും അവർക്ക് അത് ഉപയോഗിക്കാനുള്ള റോ മെറ്റീരിയൽ ഇല്ല. അപ്പോൾ ആ കാലഘട്ടത്തില് അവരുടെ ചിന്താഗതി മുഴുവൻ മിക്ക യൂറോപ്യൻസിന്റെ ചിന്താഗതി മുഴുവൻ വേറൊരു രാജ്യത്ത് ചെന്നിട്ട് അവരുടെ റിസോഴ്സസ് ഒക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. അപ്പൊ ഇന്ത്യ ആലോചിക്കുന്ന പോലെ ഇന്ത്യയിലേക്ക് ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലെ? പോർച്ചുഗീസ് വന്നിട്ടുണ്ട്, ഡച്ച് വന്നിട്ടുണ്ട്, ഇംഗ്ലീഷുകാർ വന്നിട്ടുണ്ട്, ഫ്രഞ്ചുകാരൊക്കെ, യൂറോപ്യൻ ശക്തി ഒക്കെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും ശക്തരാരാണ്? നമ്മളെ കീഴടക്കി ആര് തന്നെയാണ്? ബ്രിട്ടീഷുകാർ തന്നെയാണ് അല്ലെ? ഇംഗ്ലണ്ടുകാർ തന്നെയാണ്. അതേപോലെ തന്നെ അപ്പൊ ഓർക്കാൻ സുഖാണ്, ഇവിടേക്കും എടുത്തു പറയാം 16th സെഞ്ചുറിയില്, 16ാം നൂറ്റാണ്ടില് യൂറോപ്യൻ മൈഗ്രേറ്റഡ് ടു നോർത്ത് അമേരിക്ക. അമേരിക്കയിലേക്ക് ഇവര് 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ ശക്തികളൊക്കെ മൈഗ്രേറ്റ് ചെയ്യണം, കുടിയേറാണ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ടു ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ്. വിഭവങ്ങൾ കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 16th സെഞ്ചുറിയില് യൂറോപ്യൻ ശക്തികൾ എല്ലാവരും, യൂറോപ്യന്മാര് എല്ലാവരും എന്ത് ചെയ്യാണ്? മൈഗ്രേറ്റ് ചെയ്യും. എന്നാൽ എല്ലാവർക്കും അമേരിക്കയെ കീഴടക്കാൻ, അമേരിക്കയെ കോളനിയാക്കാൻ സാധിച്ചിട്ടില്ല. ഏറ്റവും ശക്തരായ ആര് തന്നെയാണ്? ഇംഗ്ലണ്ട്. 18th സെഞ്ചുറിയില് ഇംഗ്ലണ്ട് ഏത് രാജ്യമാണ്? ഇനി ആരെ മാത്രം ആലോചിച്ചാൽ മതി? ബ്രിട്ടീഷുകാർ. ഇംഗ്ലണ്ട് 18th സെഞ്ചുറിയോടുകൂടി അമേരിക്കയുടെ 13 കോളനികൾ കീഴടക്കുകയാണ്. ഇംഗ്ലീഷ് എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് 13 colonies in 18th century. ഇനി അപ്പൊ യൂറോപ്യൻ ശക്തിക്ക് എല്ലാവർക്കും ആരെ കിട്ടിയിട്ടില്ല? അമേരിക്കയെ കിട്ടിയിട്ടില്ല. ആരെ മാത്രം കിട്ടിയത്? ആരെയാണ്? ഇംഗ്ലണ്ടിനെ. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, അമേരിക്കൻ വിപ്ലവം ആരും തമ്മിൽ നടന്നു? ആരായിരിക്കും? ഈ ബ്രിട്ടീഷുകാരും അമേരിക്കയിൽ എല്ലാവരും ഉണ്ടാ? അമേരിക്കയിൽ ആരും മാത്രം? ഈ 13 കോളനികളും. അങ്ങനെ വിപ്ലവത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കിട്ടി. ഒന്നും കൂടി ഒന്ന് പറയാനേ, 16th സെഞ്ചുറിയില് യൂറോപ്യന്മാർ എന്ത് ചെയ്യാണ്? നോർത്ത് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ്, കുടിയേറിപ്പാർത്തു. എന്തിനു വേണ്ടിയിട്ടാ? എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി റിസോഴ്സസ്, വിഭവങ്ങൾ കൊള്ളയടിക്കാൻ. എന്നാൽ 18th സെഞ്ചുറിയില് ഇംഗ്ലണ്ടിന് മാത്രമേ, ബ്രിട്ടീഷുകാർക്ക് മാത്രമേ അമേരിക്കയുടെ 13 കോളനികൾ കീഴടക്കാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ അമേരിക്കയുടെ 13 കോളനികൾ ഇംഗ്ലണ്ട് കീഴടക്കി വളരെ മോശമായ രീതിയിൽ, അവർക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ അവരെ ഈ 13 കോളനിക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ചൂഷണം ചെയ്ത് ജീവിച്ചപ്പോഴാണ് അമേരിക്കയിലെ 13 കോളനിക്കാർ ആർക്കെതിരെ വിപ്ലവം നടത്തുന്നത്? ഇംഗ്ലണ്ടിനെതിരെ. അപ്പൊ ഇവരും തമ്മിലാ വിപ്ലവം. അപ്പൊ ഇനി അമേരിക്ക എന്ന് പറയുമ്പോൾ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ ഇനി യൂറോപ്യനും അമേരിക്കയും തമ്മിൽ എന്ന് പറയേണ്ട ആരും തമ്മിലാണ്? ഇംഗ്ലണ്ടുകാരും അമേരിക്കയിലെ എത്ര കോളനികൾ? 13. അപ്പൊ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം 13 കോളനികൾ. അത് ഇമ്പോർട്ടന്റ് പോയിന്റ്. കിട്ടിയല്ലോ? 13 കോളനികൾ. ഇത്രയേ ഉള്ളൂ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ടെക്സ്റ്റ് ബുക്കിൽ പാരഗ്രാഫിന്റെ ഉള്ളിലാണ് ഇത് കിടക്കുന്നത്. അതുകൊണ്ട് ആ പാരഗ്രാഫ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഇത്രേ ഉള്ളൂ. സ്ലോഗൻ എന്താണ്? ഇയർ എന്താണ്? എന്തിനെതിരെ നടന്നു? ആരാണ് അവിടേക്ക് വന്നത്? ആർക്കാണ് കോളനി കിട്ടിയത്? ഏത് സെഞ്ചുറിയിലാണ് കിട്ടിയത്? 18th സെഞ്ചുറി. അപ്പൊ ആ ഇംഗ്ലീഷുകാർ ഇവിടെ
ഈ കോളനിയിലെ സാധാരണക്കാർ ആ തുടക്കത്തിലൊക്കെ അത് അംഗീകരിച്ചു കൊടുത്തു. അവർക്ക് പെട്ടെന്നൊന്നും തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിഞ്ഞു തുടങ്ങിയപ്പോ അവർ വിപ്ലവത്തിന് തയ്യാറാവുകയും ചെയ്തു. അപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം ഞാൻ പറഞ്ഞു, വിപ്ലവം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും ആദ്യം ആര് ജയിക്കുന്നു, ഇവരങ്ങോട്ട് തിരിച്ചു ചെയ്യുന്നു ഒന്നുമല്ല. നമുക്ക് വിപ്ലവത്തിന്റെ കാരണങ്ങൾ, റീസൺ ആണ് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് റീസൺ നോക്കാം അല്ലെ. ഇത്രയും നിങ്ങൾക്ക് കിട്ടിയാലോ, നന്നായി കിട്ടിയാലോ. ഇനി അപ്പൊ നമുക്ക് റീസൺ നോക്കാം. അമേരിക്കൻ വിപ്ലവത്തിന് റീസൺ ബ്രിട്ടീഷുകാരുടെ മോശമായ ഭരണം തന്നെയാണ്. അല്ല, ഒന്നാമത്തത് അമേരിക്കയിൽ നിന്ന് അവരുടെ ഇൻഡസ്ട്രിയലിസ്റ്റ് വ്യവസായികളാണ് ഇവിടുത്തെ റോ മെറ്റീരിയൽ കൊള്ളയടിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ മെർച്ചന്റ്സ് എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ, കച്ചവടക്കാർ അല്ലെ. ആ കച്ചവടക്കാര് ഇംഗ്ലണ്ട് അന്ന് ഭരിക്കുന്ന രാജാവിന്റെ സഹായത്തോടു കൂടി എത്ര കോളനിയാണ് അമേരിക്കയുടെ അവർക്ക് കിട്ടിയിരിക്കുന്നത്? 13 കോളനി. ആ 13 കോളനിയില് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ സഹായത്തോടു കൂടി 13 കോളനിയിൽ വ്യവസായിക നയം, ഇൻഡസ്ട്രിയലിസ്റ്റ് ലോ എന്ന് പറയും, അവർക്ക് ലാഭം കിട്ടാൻ, ഇംഗ്ലണ്ടുകാർക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ കുറച്ച് പോളിസികൾ നടപ്പിലാക്കുകയാണ്. ഈ പോളിസികൾ എല്ലാം ഫേവറബിൾ ആയിട്ടുള്ളത് ഇംഗ്ലണ്ടിനാണ്. കോളനിക്കാർക്കാണെങ്കിൽ കോളനി ഇപ്പോഴും അതേപോലെ ഇങ്ങനെ മുന്നോട്ട് പോകും. അവർക്ക് വേണ്ടി നല്ല നയങ്ങൾ നടപ്പിലാക്കുന്നു, അവരുടെ ഉൽപ്പന്നങ്ങള് നല്ല വിലയ്ക്ക് ഇവർ വാങ്ങിക്കൊണ്ടുപോകുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ വിപ്ലവം നടക്കുമായിരുന്നോ? ഇല്ല. അപ്പൊ ഈ 13 കോളനിയിൽ വളരെ മോശമായ ഭരണം ഈ ഇംഗ്ലണ്ട് കാഴ്ചവെച്ചു. അങ്ങനെ they introduced 5 laws, industrialist law in 13 colonies. അതാണ് ഫസ്റ്റ് റീസൺ. അപ്പൊ വിപ്ലവം നടക്കാനുള്ള കാരണം, റീസൺസ്, കാരണങ്ങള് രണ്ട് കാരണങ്ങളുള്ളൂ. അതും ടെക്സ്റ്റ് ബുക്കിൽ റീസൺ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അതിന്റെ ഇടയിൽ കിടക്കാണ്. അതുകൊണ്ട് നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് എളുപ്പമായിട്ട് മാറുള്ളൂ. ഒന്നാമത്തെ കാരണമാണ് മെർക്കന്റലിസം. മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. അപ്പൊ എന്താണ് മെർക്കന്റലിസം എന്നുള്ളത് എപ്പോഴും എടുത്തു ചോദിക്കുന്ന, ഇത് എസ്സേ അല്ലാതെ സെപ്പറേറ്റ് 5 മാർക്കിന് ഇമ്പോർട്ടന്റ് ആണ്. 5 മാർക്കിന് സെപ്പറേറ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മെർക്കന്റലിസം. 2 റീസൺ ഉണ്ട്. അടുത്തെടുക്കാൻ പോകുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മെർക്കന്റലിസം. 5 മാർക്കും കിട്ടും. എന്താണ് മെർക്കന്റലിസം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. മെർക്കന്റലിസം is a policy implemented by the British merchants with the help of their motherland in American colonies. അമേരിക്കൻ കോളനികളിൽ അവരുടെ മാതൃരാജ്യത്തിന്റെ, അതായത് ഇംഗ്ലണ്ട് എന്ന് ഭരിക്കുന്ന രാജാവ്, ആ രാജാവിന്റെ അനുമതിയോടുകൂടി ഈ 13 കോളനിയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നയങ്ങൾ, പോളിസികളെയാണ് മെർക്കന്റലിസം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇത് മുഴുവൻ ഫേവറബിൾ ആയിട്ടുള്ളത് ആർക്കാണ്? ബ്രിട്ടീഷുകാർക്കാണ്. അല്ലെങ്കിൽ ഈ വിപ്ലവം നടക്കില്ലായിരുന്നു അല്ലെ. അപ്പൊ ആ 5 കാര്യങ്ങൾ ഇത് ഈ എസ് ചോദിക്കുന്നതിന് സെപ്പറേറ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ 5 നിയമങ്ങൾ എന്തൊക്കെ, ഈ പോളിസികൾ എന്തൊക്കെയാണ്? അപ്പൊ എന്താണ് മെർക്കന്റലിസം എന്ന് എഴുതിയിട്ട് വേണം ഈ 5 ലോസ് എഴുതാൻ അല്ലെ. അപ്പൊ എന്താണെന്ന് കിട്ടിയിട്ടുണ്ടാവും. മെർക്കന്റലിസം ഇസ് എ പോളിസി ഇംപ്ലിമെന്റഡ് ബൈ, ആരാ ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പിലാക്കിയത്? ബ്രിട്ടീഷ് മെർച്ചന്റ്. ആരുടെ സഹായത്തോടു കൂടി? വിത്ത് ദ ഹെൽപ്പ് ഓഫ് their motherland in American colony. അപ്പൊ അമേരിക്കൻ കോളനിയിൽ അവർ നടപ്പിലാക്കിയ നയങ്ങളെ, നിയമങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? മെർക്കന്റലിസം. അപ്പൊ നമുക്ക് അതിൽ പെടുന്ന ആ 5 നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഷോർട്ടാക്കി ആ പോയിന്റുകൾ എഴുതുമ്പോൾ ആ പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ പതിയണം. അപ്പൊ നിങ്ങൾക്ക് അതിനെ ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. കേടാ, ഫേവറബിൾ ആയിട്ടുള്ളത് ബ്രിട്ടീഷുകാർക്കാണെന്ന് മനസ്സിലായി. അപ്പൊ അവർക്ക് ലാഭം കിട്ടുന്ന തരത്തിലുള്ളതായിരിക്കും. അങ്ങനെ തന്നെ ചിന്തിക്കുകയും വേണം. ആദ്യത്തെ പോയിന്റ്, ഒന്നാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് 5 പോയിന്റ് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിന്റെ ഷോർട്ടാക്കി ഒന്ന് എഴുതാണ്, എന്നാലും നമുക്ക് അതിനെ മനസ്സിലേക്കൊന്ന് പതിയുള്ളൂ. ആദ്യത്തെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരേണ്ട പോയിന്റ് ഷിപ്പ് എന്ന് ആലോചിച്ചാൽ മതി. ഷിപ്പ്, കപ്പൽ. എന്താണെന്ന് പറയട്ടെ? The goods to and from the colonies must be carried only the British ship. കോളനിയിൽ നിന്ന്
ഏതിൽ? ബ്രിട്ടീഷുകാരുടെ കപ്പലിൽ മാത്രമായിരിക്കണം. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു നിയമം? അവിടെ സാധാരണ രീതിയിൽ അവരുടെ തദ്ദേശീയ കപ്പലൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഉൽപ്പന്നങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു, എവിടെ നിന്നൊക്കെ വരുന്നു എന്ന് ബ്രിട്ടീഷുകാർക്ക് അറിയണം. ബ്രിട്ടീഷുകാർക്ക് ഇത്രേ ആഗ്രഹമുള്ളൂ, അത് കൊണ്ടുപോകുന്നതായാലും കൊണ്ടുവരുന്നതായാലും എവിടെ നിന്ന് മാത്രമായിരിക്കണം? ഇംഗ്ലണ്ടിൽ നിന്ന്. അതിനുവേണ്ടി അവർ വെച്ച ഒന്നാമത്തെ നയമാണ് എന്താണ്? The goods to and from the colonies must be carried only the British ship. അമേരിക്കൻ കോളനിയിൽ നിന്ന് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതുമായ സാധനങ്ങൾ ബ്രിട്ടീഷുകാരുടെ കപ്പലിൽ മാത്രമായിരിക്കണം. ഒന്നാമത്തെ പോയിന്റ് കിട്ടി അല്ലേ? അപ്പൊ അതാർക്കാ ഫേവറബിൾ ആയിട്ടുള്ളത്? അമേരിക്കൻ കോളനിക്കാണോ? അല്ല, ബ്രിട്ടീഷുകാർക്ക്. രണ്ടാമത്തെ പോയിന്റ്, രണ്ടാമത്തത് എക്സ്പോർട്ട് എന്നാലോചിക്കുക. എന്താ എക്സ്പോർട്ട് ചെയ്യാം? കേട്ടിട്ടുള്ള വാക്കാണ് അല്ലെ? കയറ്റുമതി. കയറ്റുമതി നിങ്ങൾക്ക് എന്നെ ഒന്ന് ആലോചിച്ചാൽ കിട്ടും. ഈ അമേരിക്കൻ കോളനിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഉണ്ട്, അതായത് അവര് കൂടുതലായി ഉണ്ടാക്കുന്ന അവരുടെ ആ സർപ്ലസ് അവർക്ക് ലാഭം കിട്ടണമെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കണം. പ്രധാനപ്പെട്ട 4 വിഭവങ്ങളാണ്. ഒന്ന് ഷുഗർ, വൂൾ, കോട്ടൺ, ടുബാക്കോ. പഞ്ചസാര, കമ്പിളി, പുകയില തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ, അതായത് ഈ കോളനിയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ എക്സ്പോർട്ടഡ് ഓൺലി ടു ദ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലേക്ക് മാത്രം എന്ത് ചെയ്യണം? കയറ്റുമതി ചെയ്യണം. എന്തിനാ? ഈ കോളനിയിൽ നിന്ന് അവർക്ക് വളരെ ചീപ്പ് റേറ്റിന് ഈ പ്രൊഡക്റ്റ് കൊണ്ടുപോകണം. അതാണ് ആഗ്രഹം. അങ്ങനെ ഈ അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ തുച്ഛമായ വിലയ്ക്ക് ഈ കോളനിയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങോട്ട് മാത്രം എന്നാക്കി? ഇംഗ്ലണ്ട് എന്നാക്കി. കിട്ടിയോ? അതായത് the product of the colonies ഏതൊക്കെ? wool, cotton, sugar, tobacco are exported only to the England. കയറ്റുമതി ചെയ്യുന്ന വിഭവങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് മാത്രം കയറ്റുമതി ചെയ്യുക, വളരെ തുച്ഛമായ വിലയ്ക്ക് വാങ്ങി ലാഭം ഉണ്ടാക്കാൻ. കിട്ടിയല്ലോ? മൂന്നാമത്തത് എക്സ്പോർട്ട് പറയുമ്പോ ഈ കോളനിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടാവും അല്ലെ? ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറക്കുമതി. ഇറക്കുമതി അതായത് ഈ കോളനിയിൽ ഉണ്ടാക്കാൻ പറ്റാത്ത പ്രൊഡക്റ്റ് അവർ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യും. ആ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിന്മേൽ ബ്രിട്ടീഷുകാർ ഇമ്പോർട്ട് ടാക്സ് ചുമത്തണം, ഇറക്കുമതി ചുങ്കം. അപ്പൊ അത് എവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ടാവും? ഇംഗ്ലണ്ടിൽ നിന്ന്. അപ്പൊ ഇറക്കുമ്പോ അതായത് ഇവിടെ ഇല്ലാത്തത് 3 വിഭവങ്ങളാണ്. ഒന്ന് ഗ്ലാസ്, പേപ്പർ, ടീ. തേയിലയും പേപ്പറും ഗ്ലാസും ആണ് ഈ കോളനിയിലേക്ക് 13 കോളനിയിലേക്ക് പുറം രാജ്യത്തിൽ നിന്ന് അവർ ഇറക്കുമതി ചെയ്തത്. ആ ഇറക്കുമതി ചെയ്യുന്നത് ബ്രിട്ടീഷുകാർ ഇറക്കും. കാരണം ബ്രിട്ടീഷുകാർ ഹൈ ടാക്സ്, ഇമ്പോർട്ട് ടാക്സ് ആയിട്ട് ഇവരുടെ ഈ കോളനിയുടെ മേൽ ചുമത്താണ്. അപ്പൊ ആ ടാക്സിന്റെ ലാഭം ആർക്ക് കിട്ടി? വേറെ ആർക്കും കൊടുക്കില്ല, വേറെ ആരും ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല, അത് ഇംഗ്ലണ്ട് ചെയ്യും. അപ്പൊ ആ ഇമ്പോർട്ട് ടാക്സ് ബ്രിട്ടീഷുകാർക്ക് കിട്ടും. അതിനു വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഇമ്പോസ്ഡ് ഹൈ ടാക്സ് ഓൺ ഇമ്പോർട്ട് പ്രൊഡക്റ്റ് ലൈക്ക് ഏതൊക്കെയാണ്? ഗ്ലാസ്, പേപ്പർ ആൻഡ് ടീ. കിട്ടിയല്ലോ? 3 പോയിന്റ് കിട്ടിയല്ലോ. ഒന്നാമത്തത് ഷിപ്പ്, അതായത് ബ്രിട്ടീഷുകാരുടെ കപ്പൽ മാത്രം ഉപയോഗിക്കണം. എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് എങ്ങോട്ട് മാത്രം എക്സ്പോർട്ട് ചെയ്യണം? ഇംഗ്ലണ്ടിലേക്ക്. 3 ഇമ്പോർട്ട് ഈ കോളനിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് മാത്രം ഇമ്പോർട്ട് ചെയ്യണം? ഇംഗ്ലണ്ടിൽ നിന്ന്. കിട്ടിയേ? ഇനി 4ാമത്തെ പോയിന്റ് ഓർക്കുക, മിലിറ്ററി. സൈന്യം. ബ്രിട്ടീഷുകാരെ എപ്പോഴും ഒരു അടവ് നയം കയ്യിലുള്ളവർ. അപ്പൊ അവര് ഇങ്ങനെ കോളനിയാക്കാൻ വന്നപ്പോ വെൽ ഇക്വിപ്പൈഡ് ആർമിയുമായിട്ടാണ് വന്നിരിക്കണേ, നല്ല സൈന്യവുമായിട്ട്. അപ്പൊ ഈ ആർമിക്ക് അവരുടെ കയ്യിൽ നിന്ന് സാലറി കൊടുത്താൽ അവർക്ക് നഷ്ടം വരും. അതുകൊണ്ട് ഈ 13 കോളനിക്കാരോട് ഇംഗ്ലണ്ടുകാർ ആവശ്യപ്പെടാണ് ടു ഗീവ് ഫുഡ്, ക്വാർട്ടേഴ്സ്, സാലറി ടു ദ മിലിറ്ററി. ബ്രിട്ടീഷുകാരുടെ മിലിറ്ററിക്ക്, ബ്രിട്ടീഷ് സൈന്യത്തിന് ഈ കോളനിയിലെ ജനങ്ങൾ അവർക്ക് താമസിക്കാൻ സൗകര്യം, അവർക്ക് ശമ്പളം, അവർക്ക് ആവശ്യമായ ഫുഡ് പ്രൊവൈഡ് ചെയ്യണം. അതാണ് 4ാമത്തെ നിയമം. കോളനിക്കാരെ ചൂഷണം ചെയ്യുന്നതിന്റെ പരമാവധി ചെയ്തു. പോയിന്റ് കിട്ടിയാലോ? മിലിറ്ററി ആലോചിക്കുക, ബാക്കി നിങ്ങൾക്ക് വരും. കോളനീസ് മസ്റ്റ് ബി പ്രൊവൈഡ് ഫുഡ്, ക്വാർട്ടേഴ്സ്, സാലറി ടു ദ ബ്രിട്ടീഷ് മിലിറ്ററി.
കിട്ടിയല്ലോ. 4 അഞ്ചാമത്തത് 5 സ്റ്റാമ്പ്. എന്താ ബ്രിട്ടീഷുകാര് ഈ 13 കോളനി കീഴടക്കിയപ്പോൾ പൂർണ്ണമായിട്ട് അവർക്ക് ഈ കോളനിയെ വേണം. അത് അങ്ങനെ പൂർണ്ണമായും ഒഫീഷ്യലായിട്ട് കിട്ടിയെന്നൊരു തോന്നൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവർ പുതിയൊരു നിയമം ഈ കോളനിക്കാരുടെ മുന്നിൽ വെക്കുകയാണ്. ഈ കോളനിയിലെ ന്യൂസ് പേപ്പർ, പത്രങ്ങള്, ലൈസൻസ്, ഇതിലൊക്കെ ബ്രിട്ടീഷുകാരുടെ സ്റ്റാമ്പ് പതിക്കണം. ആരുടെ സ്റ്റാമ്പ്? ബ്രിട്ടീഷുകാരുടെ. അപ്പൊ ഒഫീഷ്യൽ രേഖകളിലൊക്കെ ബ്രിട്ടീഷ് സ്റ്റാമ്പ് പതിച്ചു കഴിഞ്ഞാൽ ഈ 13 കോളനിയും ആരുടെയാണെന്ന് തിരിച്ചറിയും? ബ്രിട്ടീഷുകാരുടെ. അത്രയോ. ഈ 5 നിയമങ്ങളും നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ. ഈ 13 കോളനിക്ക് ലാഭം കിട്ടുന്ന, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒന്ന് ഇതിലുണ്ടാവും? ഇല്ല. സ്വാഭാവികമായി 13 കോളനിക്കാരുടെ, അവിടുത്തെ സാധാരണക്കാരുടെ ജനങ്ങളുടെ മനസ്സിൽ മുഴുവൻ ബ്രിട്ടീഷുകാരോട് അമിതമായ പ്രതിഷേധ ഭാവം ഉണ്ടാവും. കാരണം അവര് ജീവിച്ചിരുന്ന ആ ജീവിത രീതികളൊക്കെ മാറി അവർക്ക് ഈ ചൂഷണങ്ങൾ ചെയ്യപ്പെട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് മാറും. അങ്ങനെ ഈ മെർക്കന്റിലിസത്തോടു കൂടി ബ്രിട്ടീഷുകാരോട് ഈ അമേരിക്കയിൽ 13 കോളനിക്കാർക്ക് അമിതമായ വിദ്വേഷം വരും. ഇതാണ് ഒന്നാമത്തത്, മെർക്കന്റിലിസം. കിട്ടിയല്ലോ. ഇതാണ് റീസണിൽ എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് 5 മാർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഈ 5ഉം ഫേവറബിൾ ആയിട്ടുള്ളത് ബ്രിട്ടീഷുകാർക്കാണ്. ഇനി ഇപ്പോ ഒരു കോളനിക്കാർക്ക് ദേഷ്യം വന്നു. ഇനി ഈ ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു കോളനിയോട് ദേഷ്യം വരണം. അപ്പൊ വിപ്ലവം എന്ന് പറഞ്ഞാൽ 2 പേർക്കും ആ റെവല്യൂഷണറി ചിന്താഗതി വരണം അല്ലെ? അപ്പൊ ഓർക്കണം, മെർക്കന്റിലിസത്തില് 13 കോളനിയിലെ ജനങ്ങൾക്ക് ഇംഗ്ലണ്ടിനോടാണ് ദേഷ്യം വന്നിരിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത റീസൺ നേരെ തിരിച്ചായിരിക്കും അല്ലെ? നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ലോജിക്കലായിട്ട് ചിന്തിക്കണം കേട്ടോ. അപ്പൊ രണ്ടാമത്തെ റീസൺ നോക്കാം. മെർക്കന്റിലിസം നന്നായി മനസ്സിലായല്ലോ. ഈ 5 പോയിന്റ് നന്നായി പഠിക്കാം. രണ്ടാമത്തെ റീസൺ നോക്കാം. രണ്ടാമത്തത് ചെറുതാണ്. 2 ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട. ബോസ്റ്റൺ എന്നത് അവിടുത്തെ ഒരു തുറമുഖം, പോർട്ടിലെ അതിന്റെ പേരാണ്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മളെ നേരത്തെ മെർക്കന്റിലിസം പറഞ്ഞപ്പോഴേ അവിടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന 3 പ്രൊഡക്റ്റ് പറഞ്ഞത് ഓർക്കുന്നുണ്ടാ? ഏതൊക്കെയാ? നിങ്ങൾ എന്നെ ഒന്ന് പറഞ്ഞു. ഏതൊക്കെയാ? ഗ്ലാസ്, പേപ്പർ, ടീ. അമിതമായിട്ട് നികുതി ചുമത്തി ബ്രിട്ടീഷുകാർ ഇത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ. അപ്പൊ നല്ല വില കൂടുംല്ലേ? വില കൂടുമ്പോൾ കോളനിക്കാർക്ക് എല്ലാവർക്കും ഇത് വാങ്ങാൻ പറ്റും? ഇല്ല. പക്ഷെ വേണമെങ്കിൽ ഗ്ലാസും പേപ്പറും അത്യാവശ്യ ഘടകമല്ലാത്തത് കൊണ്ട് അതിനെ മാറ്റി നിർത്താം. എന്നാൽ തേയില വാങ്ങാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ ബ്രിട്ടീഷുകാര് ഈ ഹൈ ടാക്സ് തേയിലയുടെ മേൽ ചുമത്തിയപ്പോ അമേരിക്കയിൽ വലിയ പ്രതിഷേധം വരികയാണ്. ഒരു കൂട്ടായ്മയോട് തീരുമാനിക്കുകയാണ് ഇതിനെതിരെ പ്രതികരിക്കണം. ആ പ്രതികരിച്ചത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല? ഇംഗ്ലണ്ടിൽ. അപ്പൊ നേരത്തെ കോളനിക്കാർക്ക് ബ്രിട്ടീഷുകാരോട് ദേഷ്യം വന്നെങ്കിൽ ഈ ഇൻസിഡന്റ്, ഈ റീസൺ ആർക്കാരോട് ദേഷ്യം വരുന്നതായിരിക്കും? ഇംഗ്ലണ്ടിന് കോളനിക്കാരോട് ദേഷ്യം വരുന്നതാണ്. ഇത്രേ ഉള്ളൂ. ഈ ബോസ്റ്റൺ എന്ന് പറയുന്ന തുറമുഖം, പോർട്ടില് തേയില അവിടെ നിന്നല്ലേ കൊണ്ടുവരണേ. അപ്പൊ അവര് ബോക്സസ് ആക്കി തേയില കൊണ്ടുവരാണ്. അവിടെ ഇറക്കാനായി ബോസ്റ്റൺ എന്ന തുറമുഖത്ത് നിർത്തിയിട്ടിരിക്കുന്ന കപ്പൽ നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഹൈ ടാക്സ് ഇമ്പോസ് ചെയ്തപ്പോൾ തേയിലയ്ക്ക് വില കൂടിയപ്പോ അവരൊരു സ്ട്രോങ് പ്രൊട്ടസ്റ്റ് തന്നെ ആദ്യമായിട്ട് അവർ ഒരുമിച്ച് ചേർന്ന് നടത്താണ്. അങ്ങനെ ആ സ്ട്രോങ് പ്രൊട്ടസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഇത്രയുള്ളൂ. 1773 ഡിസംബർ 6 ബോസ്റ്റൺ എന്ന തുറമുഖത്ത് നിർത്തിയിട്ടിരിക്കുന്ന കപ്പലിലേക്ക് ഈ കോളനിയിലെ ജനങ്ങൾ വേഷം മാറി കയറും. എന്നിട്ട് ആ കപ്പലിൽ ഉണ്ടായിരുന്ന 342 ബോക്സ്, 342 തേയിലപ്പെട്ടികൾ ത്രൂ ഇൻ ടു ദ സീ, വലിച്ചെറിയാണ് കടലിലേക്ക്. വേഷം മാറിയിട്ട് ആ കപ്പലിലുള്ളവരുടെ വേഷം മാറിയിട്ട് ഒരുപാട് നഷ്ടം ബ്രിട്ടീഷുകാർക്ക് വന്നു. 342 ഇറക്കാൻ കൊണ്ടുവന്ന തേയിലപ്പെട്ടികളാണ് കടലിലേക്ക് വലിച്ചെറിഞ്ഞത്. ഇവിടെ നിന്ന് തുടങ്ങായിരിക്കും പ്രതിഷേധം. ഒന്ന് ആലോചിച്ച് നോക്കി. ആ മെർക്കന്റിലിസം നയങ്ങളോടുകൂടി കോളനിക്കാർക്ക് ബ്രിട്ടീഷുകാരോടും ഈ ബോസ്റ്റൺ ടീ പാർട്ടിയോടുകൂടി ബ്രിട്ടീഷുകാർക്ക്
കോളനിക്കാരോടും പ്രതിഷേധമായി. അപ്പൊ വിപ്ലവം നടക്കാനുള്ള കാരണങ്ങൾ ഇത്രയുള്ളൂ. ഇതൊന്നും കൂടി പറയണം. ബോസ്റ്റൺ എന്ന് പറഞ്ഞാൽ പോർട്ട്, തുറമുഖത്തിന്റെ പേര്. ഇത്രയുള്ളൂ. ഹൈ ടാക്സ് ലിവിഡ് ഓൺ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓൺ ദ ടീ. തേയിലയുടെ മേൽ അമിതമായി നികുതി ചുമത്തിയപ്പോ എ സ്ട്രോങ് പ്രൊട്ടസ്റ്റ്, ഒരു ശക്തമായ പ്രതിഷേധം കോളനിയിൽ നടക്കണം. ആ ബോസ്റ്റൺ തുറമുഖത്ത് നിർത്തിയിട്ടിരിക്കുന്ന കപ്പലിലേക്ക് ജനങ്ങൾ എന്ത് ചെയ്യാണ്? കയറും. എന്നിട്ട് 342 തേയിലപ്പെട്ടികൾ ത്രൂ ഇൻടു ദ സീ, കടലിലേക്ക് വലിച്ചെറിയും. ഈ ഇൻസിഡന്റിനെ പറയുന്ന പേരാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഇപ്പൊ ശക്തമായ പ്രതിഷേധം അമേരിക്കയിലെ 13 കോളനിക്ക് ആരോടായി? ബ്രിട്ടീഷുകാരോട്. തിരിച്ചുമായി വലിയൊരു നഷ്ടം. അവരൊട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു തിരിച്ചടി. അങ്ങനെ ഇവിടുന്ന് വിപ്ലവ ചിന്താഗതികൾ ശക്തമായി വരികയാണ്. അപ്പൊ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട വിപ്ലവത്തിന്റെ 2 റീസൺ നിങ്ങൾക്ക് കിട്ടി. പറഞ്ഞു. ഒന്നാമത്തത് മെർക്കന്റലിസം, രണ്ടാമത്തെ എന്താ? ബോസ്റ്റൺ ടീ പാർട്ടി. എന്താണ്? ബോസ്റ്റൺ ടീ പാർട്ടി. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾ കൂടിക്കൂടി വന്നപ്പോൾ ഈ കോളനിയിലെ ജനങ്ങൾ തിരിച്ചറിയാണ് അവരെ തോൽപ്പിക്കണമെങ്കിൽ ഒരുമിച്ച് നിൽക്കണമെന്ന ബോധമുണ്ടായി. അങ്ങനെ ആദ്യമായിട്ട് ആ 13 കോളനിയിലെ ജനങ്ങൾ ഒരുമിച്ച് ചേരുകയാണ്. അപ്പൊ ഇനി വിപ്ലവത്തിലേക്ക് കിടക്കാണ് കേട്ടോ. 75 നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ 75 മുന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ അവർക്ക് വിപ്ലവ ചിന്താഗതി മനസ്സിൽ വന്നു തുടങ്ങിയപ്പോ കോളനിയിലെ എല്ലാ ജനങ്ങളും തമ്മിൽ ഒത്തുകൂടി. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ പോളിസി ആൻഡ് റൂൾ ഇംപോസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്. ബ്രിട്ടീഷുകാരെ കോളനിയിൽ ചുമത്തിയ നിയമങ്ങൾക്കും അവിടുത്തെ ഭരണരീതികൾക്കുമെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ, എതിർക്കാൻ അവർ ആദ്യമായി ഒത്തുകൂടി. അപ്പൊ 4 ഇൻസിഡന്റ് പഠിച്ച വിപ്ലവം കഴിയും. അങ്ങനെ ഒത്തുകൂടിയപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. നമ്മുടെ ബോസ്റ്റൺ ടീ പാർട്ടിയുടെ വർഷത്തില 1774. തൊട്ടടുത്ത വർഷം തന്നെ അത് ഒത്തുകൂടാണ്. അപ്പൊ ഏതായിരിക്കും ഇയർ? 1774. 73 ബോസ്റ്റൺ ടീ പാർട്ടി, 74 തന്നെ അവർ ഒത്തുകൂടും. എന്തിനു വേണ്ടിയിട്ട് ഒത്തുകൂടുന്നേ? ടു അഗെയിൻസ്റ്റ് ദ പോളിസി ആൻഡ് റൂൾസ് ഇംപോസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്. അപ്പൊ കോൺഗ്രസ് എന്നൊക്കെ കേൾക്കുമ്പോൾ പാർട്ടി എന്ന് വിചാരിക്കരുത്. കോൺഗ്രസ് എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടം എന്നും ഗ്രൂപ്പ്. അങ്ങനെ ആദ്യമായിട്ട് ഈ 13 കോളനികളിൽ ഒരു കോളനി ഒഴികെ ജോർജിയ, ആ കോളനി ഒഴികെ ബാക്കി എല്ലാ കോളനികളും ഫിലാഡൽഫിയ എന്ന സ്ഥലത്ത്. എവിടെയാണ്? ഫിലാഡൽഫിയ എന്ന ഒരു സ്ഥലത്ത് ഈ 13 കോളനിയിലെ എക്സെപ്റ്റ് വെർജീനിയ, അതായത് ജോർജിയ, പുതിയ പേരാണ് ജോർജിയ, അതൊഴികെ ബാക്കി എല്ലാ കോളനികളും ഇവിടെ ഒത്തുകൂടാണ്. എവിടെയാണ്? ഫിലാഡൽഫിയ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണെന്ന് കിട്ടി? ബ്രിട്ടീഷുകാരുടെ നിയമങ്ങളെ എതിർക്കാൻ. ബ്രിട്ടീഷുകാർ നേരത്തെ തയ്യാറാക്കി വെച്ച് കോളനിയിൽ ഇമ്പോസ് ചെയ്ത ആ മെർക്കന്റലിസം എന്ന ലോയൊക്കെ, ഇൻഡസ്ട്രിയലിസ്റ്റ് ലോ, അതൊക്കെ എടുത്തു കളയാം. ഈ കോളനിക്കാരുടെ അവകാശമില്ലാതെ, അവരുടെ ഇഷ്ടമില്ലാതെ നികുതി ചുമത്താൻ പാടില്ല. ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് അവരൊരു വലിയ പെറ്റീഷൻ എഴുതി തയ്യാറാക്കും. വലിയൊരു ഡിമാൻഡ് എഴുതി തയ്യാറാക്കും. ആവശ്യങ്ങൾ എഴുതി തയ്യാറാക്കും. എന്നിട്ട് അത് ഇവരെ വിട്ട, അല്ലെങ്കിൽ ഇവർ എവിടെ വന്ന്? ഇംഗ്ലണ്ടിൽ നിന്ന്. അപ്പൊ ഇംഗ്ലണ്ട് ഭരിക്കുന്ന ആ രാജാവിന് ഈ വലിയ പെറ്റീഷൻ എഴുതി ഈ കോളനിയിലെ ജനങ്ങൾ അയച്ചു കൊടുക്കും. അങ്ങനെ ആ സംഭവം, അവർ ഒത്തുകൂടിയ ആ സംഭവത്തെയാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഒത്തുകൂടുകയാണ്. അങ്ങനെ ഈ പെറ്റീഷൻ അയച്ചു കൊടുക്കുമ്പോൾ എന്താണ്? രാജാവ് സമ്മതിക്കോ? അങ്ങനെയാണെങ്കിൽ വിപ്ലവം ഉണ്ടാവില്ലായിരുന്നു അല്ലെ? രാജാവ്, the king, it rejected and they sent a military to suppress the colony's people. രാജാവ് അത് റിജക്ട് ചെയ്യുക മാത്രമല്ല, ഈ കോളനിക്കാർ തലമുക്കി തുടങ്ങിയെന്ന് തിരിച്ചറിയും. അപ്പോ ഒരു മിലിറ്ററിയെ ഇങ്ങോട്ട് സെൻഡ് ചെയ്യാണ്. അപ്പൊ തുടങ്ങി റവല്യൂഷണറി അല്ലെ? സൈന്യം വന്നു. ഇവിടെ ഓൾറെഡി സൈന്യമുണ്ട്. ഒന്നുകൂടി ഇവർ തലമുക്കി തുടങ്ങിയെന്ന്, അല്ലെങ്കിൽ അവർ പ്രതികരിച്ച് തുടങ്ങിയെന്ന് മനസ്സിലായപ്പോ യുദ്ധം ഉദ്ദേശിച്ചിട്ട് തന്നെ മിലിറ്ററിയെ ഇങ്ങോട്ട് അയച്ചു. ഇതാണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഇത്രയുള്ള 1774 ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ എതിർത്തുകൊണ്ട് ഈ കോളനിയിലെ റെപ്രസെന്റേറ്റീവ് ഒത്തുകൂടിയതിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. അങ്ങനെ അവർ വലിയ പെറ്റീഷൻ തയ്യാറാക്കി രാജാവിനെ അയച്ചു കൊടുത്തു. രാജാവ് അത് റിജക്ട് ചെയ്തിട്ട് ഒരു മിലിറ്ററി വന്നു. ഇപ്പോ ഈ കോളനിയിൽ ബ്രിട്ടീഷുകാരുടെ നല്ല യുദ്ധത്തിന് ഒരുങ്ങി സജ്ജമായ മിലിറ്ററി കോളനിക്കാർക്ക് പേടിയാവാൻ തുടങ്ങി. സ്വാഭാവികമായി നിങ്ങളൊന്ന് ചിന്തിക്കും,
യുദ്ധം തുടങ്ങണമെങ്കിൽ രണ്ടു കൂട്ടർക്കും എന്ത് വേണം? മിലിറ്ററി വേണം അല്ലെ? 13 കോളനി, ഈ കോളനിക്ക് എന്തില്ല? സ്വന്തമായിട്ട് മിലിറ്ററി ഇല്ല. അപ്പൊ ഇനി അവരുടെ അടുത്ത ലക്ഷ്യം എന്തായിരിക്കും? അവർക്ക് ടു ഫോം എ മിലിറ്ററി അല്ലെ? അപ്പൊ ഇതേ ആളുകൾ നേരത്തെ ജോർജിയ ഇല്ല എന്ന് പറഞ്ഞില്ലേ, ആ കോളനിയും കൂടിയിട്ട് നെക്സ്റ്റ് ഇയർ, അപ്പൊ നിങ്ങൾക്ക് അതിന് വിളിക്കുന്ന പേര് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ന് പറഞ്ഞു നോക്കിയേ. ഇത് ഫസ്റ്റ് ആണെങ്കിൽ രണ്ടാമത് കൂടിയത് എന്തായിരിക്കും? സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് അടുത്ത വർഷം 1775. സെയിം സ്ഥലം തന്നെ. ഏതാണ്? ഫിലാഡൽഫിയ. ഇപ്പൊ കൂടിയതിന്റെ ലക്ഷ്യം നിങ്ങളൊന്ന് പറ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫോം എ മിലിറ്ററി, ഒരു ചെറിയ മിലിറ്ററി. അങ്ങനെ ഈ ഇവരുണ്ടാക്കാണ്. അതിന്റെ പേരാണ് കോണ്ടിനെന്റൽ ആർമി. അങ്ങനെ കോണ്ടിനെന്റൽ ആർമി. ഇപ്പൊ രണ്ടു കൂട്ടർക്കും എന്തായി? ആർമി വന്നു അല്ലെ? ഇനി ഇവിടെ നമ്മുടെ യുദ്ധം തുടങ്ങാണ്. അപ്പൊ രണ്ട് ഇൻസിഡൻസ് കിട്ടി. ഒന്ന് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്, രണ്ട് സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. പക്ഷെ യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അമേരിക്കയെ ചരിത്രത്തിൽ ഒരു പ്രസിദ്ധപ്പെടുത്തിയ ഏറ്റവും വലിയൊരു സംഭവം എന്ന ഒരു പ്രഖ്യാപനം അമേരിക്കയിലെ 13 കോളനിക്കാരുണ്ടാക്കാണ്. അവർക്കൊരു നല്ല കോൺഫിഡൻസ് കിട്ടിയപ്പോ മൂന്നാമത്തെ ഇൻസിഡന്റ് ആണ്. വിപ്ലവം തുടങ്ങിയിട്ടില്ല, തുടങ്ങുന്നതിന് മുൻപായിട്ട് അവര് അമേരിക്ക സ്വാതന്ത്ര്യം നേടി എന്നൊരു പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ഒരു ഡിക്ലറേഷൻ എഴുതി തയ്യാറാക്കി അവിടുത്തെ പോസ്റ്ററാക്കി ചരലുകളിൽ ഒട്ടിക്കുകയും പത്രങ്ങളിലൂടെ ജനങ്ങൾ അറിയിക്കും. അവരിങ്ങനെ പറയാണ്, ഞങ്ങൾ സ്വാതന്ത്ര്യം നേടി, എല്ലാവർക്കും ഈക്വൽ റൈറ്റ് ഉണ്ട്, ആരും ഞങ്ങളെ കീഴടക്കിയിട്ടില്ല, ഞങ്ങൾ സ്വാതന്ത്ര്യം നേടിയെന്ന്. അതിനെ പറയുന്ന പേരാണ് ഡിക്ലറേഷൻ ഓഫ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ്. തൊട്ടടുത്ത വർഷം. ഇപ്പൊ വർഷം നിങ്ങൾ പറഞ്ഞേ 1775 ആണെങ്കിൽ 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. എന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഞങ്ങൾ സ്വാതന്ത്ര്യം നേടി എന്നൊരു പ്രഖ്യാപനം നടത്തി. ഇതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് ശക്തമായ ദേഷ്യം കോളനിക്കാരോട് വന്നു. വിപ്ലവത്തിൽ ജയിച്ചിട്ടാണ് അങ്ങനെ ഒരു പ്രഖ്യാപനമെങ്കിൽ ഇത്രയ്ക്ക് പ്രതിഷേധം വരില്ലായിരുന്നു. ഈ പ്രഖ്യാപനം ഇമ്പോർട്ടന്റ് ആണ്. ഇത് മാത്രം എടുത്തു ചോദിക്കും. ഇതിൽ എഴുതിയിരിക്കുന്ന ഇത്രയുള്ളൂ, ഓൾ ആർ ഈക്വൽ റൈറ്റ്, അതുകൊണ്ട് ഞങ്ങൾ കോളനിയിൽ നിന്ന് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി എന്നൊക്കെ പറഞ്ഞ് വിപ്ലവത്തിന് മുന്നേ അവർ ഇറക്കണം. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഒക്കെ ആണ് ഇതിന്റെ വക്താക്കളെ എഴുതി തയ്യാറാക്കുന്ന ആളുകൾ. അതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് അമേരിക്കൻ കോളനിയോടുള്ള ശക്തമായ പ്രതിഷേധം കൂടുകയും വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ 1775 കൂടി വിപ്ലവം സ്റ്റാർട്ട് ചെയ്തു. അന്ന് സ്റ്റാർട്ട് ചെയ്ത വിപ്ലവം, ഈ സ്വാതന്ത്ര്യ സമരത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്ത വിപ്ലവം അവസാനിക്കുന്നത് 1781 ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ആര് തുടങ്ങിയെന്നോ ആദ്യം ജയിച്ചെന്നോ ഒന്നും പഠിക്കാനില്ല. വേഗം തുടങ്ങിയിട്ട്, അതായത് ഈ അമേരിക്കൻ ഡിക്ലറേഷനോട് കൂടി യുദ്ധം തുടങ്ങി എന്നാ പറയുന്നത്. യുദ്ധ ചിന്താഗതി 75 കൂടി വന്നിട്ടുണ്ട്. മിലിറ്ററി അങ്ങോട്ടും ഇങ്ങോട്ടും മിലിറ്ററി ആയപ്പോൾ തന്നെ യുദ്ധം സ്റ്റാർട്ട് ചെയ്തു. ആ യുദ്ധത്തിന്റെ തീവ്രത കൂടിയത് ഈ അമേരിക്കൻ ഡിക്ലറേഷനോട് കൂടിയാണ്. അങ്ങനെ ആ സ്റ്റാർട്ട് ചെയ്ത യുദ്ധം ഇറ്റ് എൻഡഡ് ഇൻ 1781. സ്വാഭാവികമായി ആര് ജയിച്ചിട്ടുണ്ടാവും? ഇവിടെ ആര് ജയിച്ചു എന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റവല്യൂഷൻ അവസാനിപ്പിച്ചതായിട്ടാണ് പറയുന്നത്. അത്രയും പഠിക്കാനുള്ളൂ. അതുകൊണ്ടാണ് ആ 1781 ഈ കൂട്ടായ്മയിൽ നിന്ന് ഈ കോണ്ടിനെന്റൽ കോൺഗ്രസിലൊക്കെ ആദ്യമായിട്ട് ഒത്തുകൂടുന്നത് കോളനിക്കാർ. അപ്പൊ സ്വാതന്ത്ര്യം വേണമെന്ന് ചിന്ത അവർക്ക് വന്നു. ഒരുപാട് തിങ്കേഴ്സ് ഒക്കെ അതിന് സഹായിച്ചു. അങ്ങനെ 1781 യുദ്ധം അവസാനിക്കുകയും ആര് തോറ്റു? ഇംഗ്ലണ്ട് തോൽക്കുകയും അമേരിക്ക എന്ത് ചെയ്യണം? ജയിക്കുകയും ചെയ്യും. ഇംഗ്ലണ്ട് തോറ്റു, അമേരിക്ക ജയിച്ചു. കിട്ടിയല്ലോ. അമേരിക്ക ജയിച്ചു, അതായത് പൂർണ്ണമായി ജയിച്ചു എന്ന് പറയണമെങ്കിൽ അമേരിക്കയുടെ കോളനിയിൽ നിന്ന് ആര് പോണം? ബ്രിട്ടീഷുകാർ പോണം അല്ലെ? 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോയി. 1783 ട്രീറ്റി ഓഫ് പാരീസ്. പാരീസിലെ സമ്മേളനത്തിൽ വെച്ച് ട്രീറ്റി ഓഫ് പാരീസ്
സമ്മേളനത്തിൽ വെച്ചിട്ട് ഈ 13 കോളനിക്കും സ്വാതന്ത്ര്യം കൊടുത്തതായി റെക്ടിഫൈഡ് ദ ഫ്രീഡം ഓഫ് കോളനി. ബ്രിട്ടീഷുകാര് 13 കോളനിക്കും ഫ്രീഡം കൊടുത്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കൻ കോളനിയിൽ നിന്ന് വിട്ടുപോയി. അമേരിക്ക പൂർണ്ണ സ്വാതന്ത്ര്യം നേടി. അങ്ങനെ അമേരിക്കയിലെ കൊളോണിയലിസം, കോളനിവൽക്കരണം അവസാനിച്ചിട്ട് പഴയ ഭരണത്തിലേക്ക് അത് തിരിച്ചുപോയില്ല. പിന്നീട് ആ കോളനികളെല്ലാം ഒരുമിച്ച് ചേരുകയും പിന്നീട് അവർ ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാവുകയും എല്ലാ കോളനികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പിന്നീട് അമേരിക്ക അറിയപ്പെട്ടത് USA, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്നാണ്. ആ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക ആവാൻ കാരണം അവിടെ ആദ്യമായിട്ട് ഈ വിപ്ലവം അവസാനിച്ചപ്പോ അവർക്ക് അവരുടെ അവകാശങ്ങൾ, അവരെ ഓൾ ആർ ഈക്വൽ എന്നൊക്കെ പറഞ്ഞ് ഡിക്ലറേഷൻ തയ്യാറാക്കിയില്ലേ, അതിൽ നിന്ന് അവർ കാര്യം മനസ്സിലാക്കുകയാണ്, എല്ലാവരും ഒന്നാണ്, എല്ലാവർക്കും അവകാശങ്ങളുണ്ട്. അങ്ങനെ ലോകത്തിൽ ആദ്യമായി എഴുതപ്പെട്ട ഭരണഘടന അമേരിക്ക ഉണ്ടാക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടോ. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം അമേരിക്ക. അങ്ങനെ അമേരിക്കയില് എന്തുവരാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ അമേരിക്കയിൽ ഭരണഘടന നിലവിൽ വന്നു. ഭരണഘടന ആളുടെ പേരാ നോക്കിയ ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയിൽ ഭരണഘടന നിലവിൽ വരികയും അമേരിക്കൻ ഐക്യനാടുകൾ എന്ന പേരിൽ അറിയപ്പെടുകയും അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ ഭരണം വരികയും ചെയ്തു. അങ്ങനെ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, കോണ്ടിനെന്റൽ ആർമി. ആ കോണ്ടിനെന്റൽ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് അന്ന് നിയമിച്ച ആള് തന്നെയാണ് നമുക്ക് നന്നായി അറിയാം, ജോർജ് വാഷിംഗ്ടൺ. ആരാണ്? ജോർജ് വാഷിംഗ്ടൺ. അപ്പൊ ഈ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ. ഇത്രയും. അങ്ങനെ അമേരിക്ക പൂർണ്ണമായി കൊളോണിയലിസത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. അവിടെ ഭരണഘടന നിലവിൽ വന്നു. അവര് പിന്നീട് USA, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, അമേരിക്കൻ ഐക്യനാടുകൾ എന്നറിയപ്പെട്ടു. ആ ഭരണഘടന പ്രകാരം അവിടെ പ്രസിഡൻഷ്യൽ ഭരണം നിലവിൽ വന്നു. ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് ജോർജ് വാഷിംഗ്ടൺ. കിട്ടിയോ? അങ്ങനെ പഴയ ഭരണരീതിയായ കൊളോണിയലിസം അവസാനിച്ച് പുതിയൊരു ഭരണരീതി അമേരിക്കയിൽ വന്നതുകൊണ്ട് നമുക്ക് എന്തെന്ന് വിളിക്കാം? അമേരിക്കൻ റെവല്യൂഷൻ എന്ന് വിളിക്കാം. ഇത്രയോ ഈ 4 ഇൻസിഡന്റോട് കൂടി അവസാനിക്കാം. ഒന്ന് ആദ്യത്തേത് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്, ഇയറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അതുകൊണ്ട് വേഗം കിട്ടും. 2 സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസിൽ ആർമി ഉണ്ടാക്കി. ഈ 2 പേർക്കും ആർമി ആയപ്പോൾ വിപ്ലവം സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അമേരിക്ക ഒരിത്തിരി അഹങ്കാരം കാണിച്ചു. കോളനിക്കാർ ഒരു പ്രഖ്യാപനം നടത്തി, ഞങ്ങൾ സ്വാതന്ത്ര്യം നേടിയത്. അത് അവരുടെ കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷെ അതോടുകൂടി ശക്തമായി പ്രതിഷേധമായി യുദ്ധം സ്റ്റാർട്ട് ചെയ്തു. എപ്പൊ എൻഡ് ചെയ്തു? 1781 എൻഡ് ചെയ്തു. അങ്ങനെ ഇംഗ്ലണ്ട് തോൽക്കുകയും അമേരിക്ക ജയിക്കുകയും ചെയ്തു. 1783 ട്രീറ്റി ഓഫ് പാരീസ് പ്രകാരം ഈ 13 കോളനിക്കും സ്വാതന്ത്ര്യം നേടി. ഇംഗ്ലണ്ട് എന്ത് ചെയ്തു? അമേരിക്കൻ കോളനിയിൽ നിന്ന് വിട്ടുപോയി. അങ്ങനെ അമേരിക്ക പിന്നീട് അങ്ങോട്ട് അറിയപ്പെട്ടത് അമേരിക്കൻ ഐക്യനാടുകൾ, USA എന്നാണ്. അമേരിക്കയിൽ ആദ്യമായി അവരുടെ അവകാശങ്ങൾ എഴുതി വെക്കുന്ന ഭരണഘടന നിലവിൽ വന്നു. ആരുടെ നേതൃത്വത്തിലാണ്? വൺ വേർഡ് ചോദിക്കും, ജെയിംസ് മാഡിസൺ. കിട്ടിയ? അങ്ങനെ അവിടെ ആദ്യത്തെ ഭരണം നിലവിൽ വന്നു. ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ജോർജ് വാഷിംഗ്ടൺ. ഇത്രയും സിമ്പിൾ അല്ല. അപ്പൊ യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പഠിക്കാനില്ല. ഈ 4 നിങ്ങൾ 4 പറഞ്ഞു. ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്, 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, 2ാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, വിപ്ലവം സ്റ്റാർട്ട് ചെയ്തു, എൻഡ് ചെയ്തു. അമേരിക്കൻ കോളനിയിൽ നിന്ന് ബ്രിട്ടീഷുകാർ വിട്ടുപോയി. അമേരിക്കയ്ക്ക് സ്വന്തമായ ഒരു ഭരണഘടന വന്നു. അമേരിക്ക കൊളോണിയലിസം അവസാനിച്ച പ്രസിഡന്റ് ഭരണം നിലവിൽ വന്നു. ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ. ഇത്രയും നന്നായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു റെവല്യൂഷൻ ആണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ പാരഗ്രാഫ് ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ മെയിൻ പോയിന്റുകളൊക്കെ ഒന്ന് സ്പെസിഫൈ ചെയ്തിട്ട് ഇന്ന് തന്നെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കി കറക്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു റെവല്യൂഷനുമായിട്ട് കാണാം.